ഷാർജ നഗര മേഖലകളിൽ ഇപ്പോഴും മഴ ദുരിതം ഒഴിഞ്ഞിട്ടില്ല. നൂറുകണക്കിന് വാഹനങ്ങൾ ഇപ്പോഴും വെള്ളത്തിലാണ്. അറ്റകുറ്റപ്പണികൾക്കായി ഉടമകൾക്ക് അവ നീക്കം ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. ഭക്ഷണത്തിനും വെള്ളത്തിനുമായി ബുദ്ധിമുട്ടുന്നവരും നിരവധിയാണ്. ഷാർജയിൽ നിന്ന് അക്ഷയ് പേരാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് ഷാർജ സിറ്റി സെന്ററിന്റെ മേഖലയിലാണ്. ഈ ഒരു മേഖലയിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോഴും വെള്ളം നല്ല രീതിയിലുള്ള ഒരു മേഖലയാണ്. വെള്ളത്താൽ ഒരുപാട് കുടുംബങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളും മറ്റും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണിത്. സിറ്റുവേഷൻ വെച്ചാൽ ഒരു 4 ദിവസം കൊണ്ട് ഇതേ സിറ്റുവേഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നുവെച്ചാൽ ഒറ്റ വണ്ടികൾ പോലും ഓടാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ. എന്നുവെച്ചാൽ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു പൊസിഷനിൽ കിടക്കുന്നത്. ഇലക്ട്രിസിറ്റി പല ബിൽഡിങ്ങിലും ഇലക്ട്രിസിറ്റി ഇല്ല. ഈ ഒരു മേഖലയിൽ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളം കുറയ്ക്കാനുള്ള അതികഠിനമായ ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ മഴയുടെ അന്ന് ഈ പറയുന്ന റോഡുകളിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ വാഹനങ്ങൾ മറ്റും നീക്കം ചെയ്യാനുള്ള ഒരു നടപടിയും ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുവരെ വെള്ളത്തിന് ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ നടക്കാൻ പറ്റിയൊരു ഭാഗത്തിലായിട്ടുണ്ട്. വാഹനങ്ങളോ ട്രാൻസ്പോർട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊന്നുമില്ല. വെള്ളത്തിനും ഭക്ഷണ സാധനങ്ങൾക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഈ ഏരിയയിൽ. ഈ 1-2 ഈ സറൗണ്ടിങ് ഏരിയകളിലാണ് ഈ ഇഷ്യൂസ് ഉള്ളത്. കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അരയോളം വെള്ളമുണ്ട്. വെള്ളം ഇപ്പോൾ സ്മെല്ല് വരാൻ തുടങ്ങി. നമ്മുടെ ബിൽഡിങ്ങിലൊന്നും ഇലക്ട്രിസിറ്റി ഇല്ല. 4 ദിവസമായിട്ട് കറണ്ടില്ല, വെള്ളമില്ല. ആളുകൾ ഈ വലിച്ചും അതുപോലെ തന്നെ തള്ളിയും മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ചും മറ്റും ഈ കാറും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ നിന്ന് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിൽ ഏതാണ്ട് ഒരു ഭാഗം മുഴുവൻ ഇപ്പോഴും പൂർണ്ണമായും ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ഒരു ഭാഗത്ത് മറ്റൊരു വശത്തൂടെ മാത്രമേ ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും വാഹനങ്ങൾക്ക് അതായത് വലിയ വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയുന്നുള്ളൂ. മലയാളി സംഘടനകളുടെ അടക്കം നേതൃത്വത്തിൽ, സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ അടക്കം നേതൃത്വത്തിൽ ഈ മേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണവും മറ്റു സാധനങ്ങളും എത്തിച്ച് നൽകുന്ന ഒരു മനോഹരമായ കാഴ്ചയും നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് കാണാൻ കഴിയും. ഈ ഒരു മേഖലയിലടക്കം ഷാർജയിലും അതുപോലെ തന്നെ UAE-ലും ഈ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നതിൽ മലയാളി സംഘടനകൾ അതുപോലെ തന്നെ മലയാളി കൂട്ടായ്മകളും മുന്നിൽ നിൽക്കുന്നു എന്നൊരു കാഴ്ചയും നമുക്ക് ഈ ഒരു കാണാൻ കഴിയുന്നുണ്ട്. ഏറെ സന്തോഷകരമായ ഒരു മലയാളി എന്നുള്ള രീതിയിലടക്കം ഏറെ സന്തോഷകരമായൊരു കാഴ്ചയാണ് ഈ ഒരു മേഖലയിൽ നിന്നടക്കം നമുക്ക് കാണാൻ കഴിയുന്നത്.